ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ അവിടെ എത്തിയിരുന്നു. സംഭവ സ്ഥലത്തെത്തിയിരുന്നു. അപകടം നടന്ന സ്ഥലത്ത് ആശുപത്രിയിലേക്ക് കൂടി എത്തി ആളുകളെയൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. വ്യോമയാന വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും അന്വേഷണം നടക്കുക? രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരിലും എങ്ങനെ 30 സെക്കൻഡ് കൊണ്ട് ഈ അപകടം ഉണ്ടായി, എന്തുകൊണ്ട് അറിയാൻ സാധിച്ചില്ല, സാങ്കേതിക പിഴവാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല, മറ്റു പല കാരണങ്ങൾ വിദഗ്ധർ നൽകുന്നുണ്ടെങ്കിൽ പോലും ഏത് സാധാരണക്കാരിലും കുറേ ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെയുള്ള മറുപടിയൊക്കെ അറിയേണ്ടതുണ്ട്. ഇത്രയും മനുഷ്യന്മാരുടെ ജീവനും ജീവിതത്തിനും ഉത്തരവാദിത്വം പറയേണ്ടതുണ്ട്. എയർ ഇന്ത്യ ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും എങ്ങനെയാകും അന്വേഷണം നടക്കുക? അന്വേഷിക്കാനുള്ള പ്രത്യേക സംഘം ഇപ്പോൾ തന്നെ അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. അവർ പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഈ ATCയിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് രക്ഷപ്പെട്ട 2 ആളുകളാണ്. അവർക്കെന്താണ് പറയാനുള്ളത് എന്നറിയണം. പക്ഷെ അത് ഈ ആദ്യം രക്ഷപ്പെട്ടയാൾ പറഞ്ഞത് 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടു, പിന്നീട് ഞാൻ ഇങ്ങനെ ആളുകൾക്കിടയിൽ മൃതദേഹങ്ങൾക്കിടയിൽ കിടക്കുന്നതാണ് കണ്ടത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിവരങ്ങൾ ഈ അന്വേഷണത്തിന് സഹായിക്കുന്നത് കൂടുതൽ ഇരുവർക്കും നൽകാൻ കഴിയുമോ എന്നറിയില്ല. എന്തായാലും അവരുടെ മൊഴിയെടുപ്പ് പൂർത്തിയായ ശേഷം അത് മനസ്സിലാകും. എന്തായാലും ഇങ്ങനെ അന്വേഷണം നടത്തുന്നതിന് ഇന്ത്യയെ വേണമെങ്കിൽ സഹായിക്കാമെന്ന് UK-യിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടായാൽ അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള അന്വേഷണ സംഘം ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ അക്കാര്യത്തിൽ മറുപടി ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്ത്യയുടെ പ്രത്യേക അന്വേഷണ സംഘം ഈ അപകട സ്ഥലത്തെത്തി അവർ വിവരങ്ങൾ ശേഖരിക്കുന്നു. നാളെയോ മറ്റന്നാളോ തന്നെ പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് അവർ കേന്ദ്ര സർക്കാരിന് കൈമാറും. അതിനുശേഷം വിശദമായ അന്വേഷണ റിപ്പോർട്ട് കൈമാറും. അപ്പോഴാണ് എന്തായിരിക്കാം കാരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ അവിശ്വസനീയമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിനൊപ്പം തന്നെ വേറൊരു ഇന്ത്യക്കാരൻ കൂടി രക്ഷപ്പെട്ടു എന്നുള്ള വിവരം നേരത്തെ അനൂപ് പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തെ പറ്റി അറിയാനുള്ള ആകാംക്ഷ നമുക്കൊക്കെയുമുണ്ട്. എന്തെങ്കിലുമൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടോ? അദ്ദേഹത്തെ പരിക്കിനെ പറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങളെ പറ്റിയോ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ കിട്ടുന്നുണ്ടോ? പരിക്ക് ഗുരുതരമല്ല എന്നൊരു വിവരം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരോ നാടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയില്ല. ഇന്ത്യൻ പൗരനാണ് എന്ന് മാത്രവും അറിയുന്നു. ഇത് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല സർക്കാർ. ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വിവരമാണ്. എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട്. വിമാനത്തിലുണ്ടായിരുന്ന 240 പേർ മരണപ്പെടുകയും 2 പേർ രക്ഷപ്പെടുകയും ചെയ്തു എന്ന് തന്നെയാണ് വിവരം. പക്ഷേ നമുക്ക് ഭീതി ഉളവാക്കുന്ന മറ്റൊരു കാര്യം, ഈ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിന് സമീപത്തെ മെസ്സിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇടയിലേക്കാണ് വിമാനം വീണത്. അവിടെ എത്ര പേർ ഈ ദുരന്തത്തിൻ്റെ ഫലമായി ഗുരുതരമായി പരിക്കേറ്റു അല്ലെങ്കിൽ മരണപ്പെട്ടു തുടങ്ങിയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ആശുപത്രിയിൽ നിന്ന് ലഭ്യമായി തുടങ്ങുന്നേ ഉള്ളൂ.